അസ്സലാമലൈക്കും മാബിൻഡാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയും തക്കാളിയും കൂടെ വെച്ചിട്ട് ഒരു വരട്ട് പോലെ അധികം വെള്ളമില്ലാതെ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് കറി മതി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തോനെ കറി വെച്ചിട്ട് കാര്യമല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളൂ. അപ്പം ഇങ്ങനത്തെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്കും കുട്ടികൾക്ക് കൊടുത്തയക്കാനൊക്കെ ഇത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 3 വെണ്ട എടുത്താണ്. പിന്നെ 3 പച്ചമുളക് എടുത്താണ്, ചെറുതാണ്. പിന്നെ ഒരു 1.5 തക്കാളി എടുത്താണ്. പിന്നെ ഒരു സബോളൻ്റെ പകുതി എടുത്താണ്. തോനാവണ്ട വെച്ചിട്ടാട്ടോ അങ്ങനെ എടുത്തത്. പിന്നെ ഒരു 2 അല്ലി ചെറിയുള്ളി എടുത്താണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കറി മതി നമുക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് കണ്ടിട്ട് കൊടുക്കും. കടുക് ഒരു 1/2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. കടുക് 1/2 സ്പൂണിൻ്റെ അടുത്തുണ്ടാവും കടുക്. അപ്പോൾ അതൊക്കെ കുറച്ചൊന്നാണ്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം നല്ല കൃത്യ അളവൊന്നും വേണ്ട കടുകിനൊന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുള്ളത് വെച്ചാൽ അതൊക്കെ. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കണ ഏതാണെന്ന് വെച്ചാൽ ഈ വെണ്ടൻ്റെ കൊഴുപ്പൊന്ന് കളയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിട്ടു. ഈ വെണ്ട കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കില്ല എല്ലാവരും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുളിക്കറി വെക്കാം, തേങ്ങ അരച്ച് വെക്കാം, മല്ലിയും തേങ്ങ അരച്ച് വെക്കാം, പലതും ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വെണ്ട ഒരു നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിക്ക് പറ്റിയ ഒരു സാധനം. അപ്പോൾ ഞാനിതൊന്നും അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ പിന്നെ കൊഴുപ്പൊക്കെ പോട്ടെ. അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഈ ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, സവോളയൊക്കെ ഇട്ടിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കുറച്ചൊരു വെളിച്ചെണ്ണ വേണം കേട്ടോ. തീരെ കുറയാൻ പറ്റില്ല, നല്ലത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇളക്കാം. ചട്ടി വലിയ ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ കാട്ടിയാൽ മതിയല്ലോ. എങ്ങനെയാണോ ഗ്യാസ് ലാഭിക്കാൻ പറ്റുക വെച്ചാൽ അതുപോലൊക്കെ നമ്മൾ ചെയ്യുക. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് വഴച്ചെടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, ഒരു പകുതി സവോള, ഇത്രയേ ഉള്ളൂ. നമ്മൾ തീ ലേശം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു മീഡിയം സൈസിൽ മതി തീ. നമ്മൾ വെണ്ട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം കൂടെ ഉണ്ടാക്കാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാരും കുട്ടികൾക്കൊക്കെ കറി ഉണ്ടാക്കാനൊക്കെ സമയമില്ലെങ്കിൽ ഒരു 2 വെണ്ട അങ്ങോട്ട് എടുക്കുക. ഒരു ഉള്ളിൻ്റെ ഒന്നോ ഒരു പകുതിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് കനല്ലാതെ അരിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം. അതിൽ അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, വെണ്ടയൊക്കെ നല്ല കൊഴുപ്പൊക്കെ പോയി. ഒരു വഴുവഴുപ്പാണല്ലോ ഇതിന്. വെണ്ട തലയിൽ തേക്കാൻ പറ്റും. നല്ലതാണ്. മുടിയൊക്കെ നല്ല മിനുസായി, നല്ല ഒരു സോഫ്റ്റായി, നല്ലൊരു മുടിയാവും കേട്ടോ. ഈ വെണ്ട ഇതിൻ്റെ ഇതെടുത്ത് അരിച്ച് തേച്ചാൽ, മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് തേച്ചാൽ നല്ലതാവും. ഇനി നമുക്ക് തീയൊന്ന് കൂട്ടി അയച്ചു കൊടുക്കാം. അപ്പോൾ
അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടതുകൊണ്ട് തക്കാളിയും പച്ചമുളകും ഇട്ടേ. അപ്പോൾ അത് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ തീ ഞാൻ ഒന്ന് കുറക്കട്ടെ. നേരത്തെ കുറച്ചപ്പോൾ ഉണ്ട് ഇത് ഈ അടുപ്പിനുള്ള കുഴപ്പം അതാണ്, പെട്ടെന്ന് കെട്ടുപോകും കുറക്കുമ്പോൾ. അടുപ്പിനിപ്പോൾ തുടങ്ങിയൊരു സൂക്കടാണ്. ഇപ്പോഴും കെട്ടിട്ടുണ്ട്. ഇനി ഞാൻ മുളകൊക്കെ ഇട്ടിട്ടൊന്ന് കത്തിക്കട്ടെ. കുറക്കാൻ പറ്റില്ല, തീ കുറച്ചാൽ കെട്ടുപോയി, അടുപ്പ് കേടാൻ തോന്നുന്നുണ്ട്. മാറ്റിക്കേണ്ടി വരും. ഇപ്പോൾ 2 ദിവസമായി ഈ രോഗം തുടങ്ങിയിട്ട്. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ. പിന്നെ ഇനി നമുക്ക് ലേശം ഉലുവാപ്പൊടി ഇടണം. ഇത് നമുക്ക് വാങ്ങി വെക്കാൻ നേരത്ത് ഇടാം ഉലുവാപ്പൊടി. ഇതൊന്ന് നമ്മളൊന്ന് ഈ ചൂടിനൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കത്തിക്കാം. മുളക് പൊടിൻ്റെ ആ ചുവയൊന്ന് പോവാൻ. ഇനി ഇതൊന്ന് വെള്ളം ലേശം ഒഴിച്ച് കൊടുക്കാം, കുറച്ച് വെള്ളം. ഇത് ഒന്ന് വേവാൻ മാത്രമുള്ള വെള്ളം. അപ്പം ഞാനിതിക്ക് വാളംപുളിയാണ് ഒഴിക്കാൻ നിന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ വാളംപുളി തീർന്നാണ്. ഇന്നലെ ഓള് ചമ്മന്തി പൊടിച്ച് കയറുന്നു. അപ്പം ഞാനൊരു ഇച്ചിരി സുർക്ക നമ്മൾ കഴിയണതും എന്താ ഇപ്പോൾ പറയുക, തോനെ ഉപയോഗിക്കരുത് കേട്ടോ. വയറസുഖമുള്ളവർക്ക് മാറൂല. ഇവിടെ മോന് പറ്റൂല സുർക്ക, അതുകൊണ്ടാണ് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ ഒഴിക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഞാൻ കണ്ടിരുന്നു ഒരുപാട് സുർക്ക ഒഴിച്ച് ഉണ്ടാക്കുന്നത്, അത് ഭയങ്കര കേടാണ്. അപ്പം അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ആരെങ്കിലും തോനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അതിന് വയറസുഖമായിട്ട് ഡോക്ടറെ കാട്ടിയപ്പോൾ ഈ സുർക്ക ഒഴിക്കരുത് അല്ല കഴിക്കാൻ കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഒരു മൂടി വെച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് തക്കാളീൻ്റെ പുളി തന്നെ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാളംപുളി ഒഴിച്ചാനാണ് നിന്നത്, പക്ഷേ ഇതൊക്കെ അരിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ വാളംപുളി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇനി വാങ്ങിയിട്ട് വേണം. ഇതുണ്ടോ, നല്ല രസമാണ് അത് കൂട്ടാൻ. നമുക്ക് ചോറിന് തോനെ വെള്ളമൊന്നും ഇല്ലാതെ. ഇപ്പോൾ ഇവിടുത്തെ മകൾക്ക് ഇഷ്ടം അങ്ങനെയാണ്, ഇങ്ങനത്തെ കറികളാണ് ഇഷ്ടം. ഒഴിച്ചു കറി അത്ര ഇഷ്ടമല്ല, പക്ഷെ മറ്റവർക്കൊക്കെ ഒഴിച്ചു കറിയും വേണം, ഇതും ഇഷ്ടമാണ്. അങ്ങനെയാണ്, രണ്ടും വേണം. ഇതാ ഞാൻ ഇതിനൊരു മൂടിയാട്ടോ വയ്ക്കുക. ഇതാ വെച്ചിട്ടുള്ളൂ, ചെറിയൊരു പുളി മതി. ഇപ്പോൾ ഇത് ഇങ്ങനെ കുടുങ്ങുമ്പോഴൊക്കെ കുറച്ചെടുത്ത് വയ്ക്കുക. പിന്നെ നമുക്കിതിപ്പോൾ കൊണ്ടുവന്ന് വെക്കണ എന്തിനാ വെച്ചാൽ ചിലപ്പോൾ അച്ചാറിടുമ്പോൾ കുറച്ച് വയ്ക്കലുണ്ട്. പിന്നെ എന്താണ് ചിക്കനൊക്കെ പിന്നെ കഴുകാൻ നല്ലതാണ്. ഉപ്പും സുറുക്കിയിട്ടിട്ട് നല്ല പെട്ടെന്ന് അതിൻ്റെ കൊഴുപ്പൊക്കെ പോയി വൃത്തിയാവും. ഇതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഇത് കണ്ടോ കണ്ടോ, ഇങ്ങനെയുള്ള കൂട്ടാനാണ് ഞാൻ പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് നോക്ക്. കുറച്ച് ഉപ്പും കൂടിയും കുറവുണ്ടതിനെ, അത് ഇട്ടിട്ടു. ഉപ്പൊക്കെ പാകത്തിന് നോക്കട്ടോ. തോനെ ഉണങ്ങിക്കൊണ്ട് നിൽക്കരുതേ. ഉലുവാപ്പൊടി ഇപ്പോൾ ഒരു ഇച്ചിരി കായം, തോനെ ഇടണ്ട കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് കൂടി ഇടുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണെന്ന് മാത്രം, ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ, ഉപ്പും പുളി. തീ ഓഫാക്കട്ടെ, മുളകിൻ്റെതായിട്ട് ചുമ അങ്ങനെ വരുന്നു. ഇതത്രയും മതി, ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടി. ഇതണ്ട അധികം വെള്ളവും ഇല്ലാതെ ഉണ്ടില്ലേ. ഇത് ഒഴിച്ച് ചോറുന്ന എന്ത് രസമാണെന്നറിയാം. ഇത് കൂട്ടി ആ ഉലുവൻ്റെയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാം, മീനും പൊരിക്കുക. ഉണക്കമീനാണേ, അപ്പോൾ അതും പൊരിക്കുക. ഉണക്കമീൻ സ്രാവുണ്ട്, അത് വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പ് പോവാൻ അതും ഇതും മതി എന്ന് പറഞ്ഞു. കണ്ടില്ലേ, നിങ്ങൾക്കിത് കൊണ്ടുപോകാനോ
നിങ്ങൾ കുറച്ച് ആളുള്ളെങ്കിൽ ഇനി തോനെ ആളുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ് ആ കാര്യം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കൊണ്ട് എരിവും പുളിയും ഉലുവൻ്റെ ചൊവയൊക്കെ കൂടി ആയപ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ വെറുതെ പറയല്ലോ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി. എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇത് മാത്രം മതി നമുക്ക് ചോറുന്നാൻ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.